ഷുഗർ എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നവരാണ് നിങ്ങൾ? അങ്ങനെ ഒരിക്കലും ഷുഗറിനെ ഭയക്കേണ്ട കാര്യമില്ല. ഈ ഡോക്ടർ എന്താണ് പറയുന്നതെന്നല്ലേ ചിന്തിക്കുന്നത്? അതെ, നമ്മുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ വരെ പറഞ്ഞിട്ടുള്ളത് ഒരു 25 ഗ്രാമോളം, അതായത് ഒരു 5-6 ടീസ്പൂൺ അളവിന് ഷുഗർ എടുക്കാം. ആഡഡ് ഷുഗറിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അതുപോലെ 36 ഗ്രാമോളം പുരുഷന്മാർക്കാണെങ്കിലും എടുക്കാം, സ്ത്രീകൾക്കാണ് 25 ഗ്രാം എന്നുള്ള അളവ് പറയുന്നത്. ഈ ആഡഡ് ഷുഗർ നമ്മൾ രാവിലെ ചായയിലോ കാപ്പിയിലോ എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് നാളെ തന്നെ ഡയബറ്റിക് ആവണം എന്നൊന്നുമില്ല. ഈ ആഡഡ് ഷുഗർ ചായയിലോ കാപ്പിയിലോ ഇട്ട് കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് നല്ലൊരു ഐസ്ക്രീമും രാത്രി വേറെ എന്തെങ്കിലും സ്വീറ്റിഷ് ആയിട്ടുള്ള ഐറ്റം, ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഐറ്റം കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മളെ ശരീരത്തിൽ ഹൈ കലോറി ആവുകയും അത് സംബന്ധിച്ച് മറ്റു ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യുന്നത്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഫൈബറും മറ്റു കണ്ടന്റും ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ സ്പൈക്ക് ആവാതെ, നമ്മുടെ ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ആവാതെ അതിനെ ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആഡഡ് ഷുഗർ ഒരു നിശ്ചിത അളവിലും അല്ലാത്ത ഷുഗർ ഓവറോൾ ചെറിയൊരു അളവിലും കണക്ക് കൂട്ടുന്നത്. പിന്നെ ബ്രെയിനിന് ഏറ്റവും ആവശ്യം എന്താണ്? ഈ എനർജിയാണ്. ഈ എനർജി കിട്ടുന്നത് എങ്ങനെയാണ്? ഷുഗർ എന്നാണ്. അതിന് ആഡഡ് ഷുഗർ തന്നെ വേണം എന്നില്ല. മറ്റൊരു കാര്യം, ഈ 25 ഗ്രാം 36 ഗ്രാം എന്ന് പറഞ്ഞത് ഡെയിലി അത് നിർബന്ധമായും കഴിക്കണം എന്നല്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്നതിലെ മാക്സിമം ലെവലാണ് ആ ഒരു ദിവസത്തെ കണക്ക് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഷുഗർ എടുത്തില്ല എന്ന് വെച്ചാലും ബോഡിക്ക് ഒരു പ്രശ്നവുമില്ല. ബോഡിന്റെ സർവൈവലിന് ആവശ്യമായ ഒരു കണ്ടന്റ് അല്ല ആഡഡ് ഷുഗർ എന്ന് പറയുന്നത്. അത് നമുക്ക് നാച്ചുറൽ ഷുഗർ ആയിട്ട് പല ഫുഡ് ഐറ്റത്തിൽ നിന്നും കിട്ടുന്നതാണ്. സോ ഇനി ആഡഡ് ഷുഗറിനെ ഭയക്കണ്ട, ചെറിയൊരളവിൽ കഴിച്ചോളൂ. എന്നാൽ അത് ഓവർഡോസ് ആവാതെ ഇരുന്നാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.